പ്രിയപ്പെട്ടവരെ, 8.5 വർഷക്കാലത്തിനിടയിൽ ഓക്കിയും നിപ്പയും 2018 അതിഭീകരമായ പ്രളയവും കോവിഡും ഉണ്ടായപ്പോ ഈ 3.5 കോടി മലയാളിയെ ഒരു ദുരന്തത്തിനും വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ വേദിയിൽ നമ്മളെ അഭിസംബോധന ചെയ്യാൻ എത്തിച്ചേരുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആ ദുരന്ത മുഹൂർത്തത്തിൽ കേരളത്തെ ഒറ്റപ്പെടുത്തുക എന്ന അപമാനകരമായ നിലപാടെടുത്ത കേന്ദ്ര ഗവൺമെന്റിനോടും അതിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനോടും ഈ പാലക്കാട് പൊറുക്കുമോ? കേരളം പൊറുക്കുമോ? ലോകം എവിടെയുമുള്ള മലയാളി പൊറുക്കുമോ? പൊറുക്കില്ല എന്ന പക്ഷമാണ് ഞങ്ങൾക്കുള്ളത്. ഒരുപക്ഷം ആളുകൾ പറയുകയാണ്, ഈ ദുരന്തമുണ്ടായിട്ടും 110 ദിവസം കഴിഞ്ഞിട്ടും ഒരു സംഘം ആളുകൾ പറയുകയാണ്, കേരളം ആവശ്യമായ രേഖകൾ സമർപ്പിക്കാത്തത് കൊണ്ടാണ് പോലും കേന്ദ്ര സഹായം കിട്ടാത്തത്. എന്തൊരു ആക്ഷേപമാണ് കേരളത്തിലെ ജനങ്ങളോട്. കേരളത്തിലെ ജനങ്ങൾ ഇത്ര ധാരണയില്ലാത്തവരാണോ? കേരളത്തിലെ ഗവൺമെന്റ് ഏതെങ്കിലും വിധത്തിലുള്ള രേഖകൾ സമർപ്പിക്കാതെയാണെങ്കിൽ അത് എന്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കേരളത്തിലെ ഡൽഹിയിലെ സ്ഥാനപതിക്ക് അയച്ച കത്തിൽ ഒരക്ഷരം പറഞ്ഞില്ല? അങ്ങനെയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയണ്ടേ, ഞങ്ങളുടെ മെമ്മോറാണ്ടത്തിൽ ആവശ്യമായ വസ്തുതകൾ ഇല്ലാത്തതിന്റെ പേരിലാണ് കേന്ദ്രത്തിന് സഹായം തരാത്തത്. ഒരക്ഷരം മിണ്ടിയില്ല കേന്ദ്ര സഹമന്ത്രി. പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി, പിന്തുണയല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എല്ലാ ആഴ്ചയും കേട്ടുകൊണ്ടിരിക്കുന്ന ചൂരൽമല ദുരന്തവുമായി സ്വമേധയാ എടുത്ത കേസിൽ 6 തവണ സോളിസിറ്റർ ജനറൽ ഹാജരായപ്പോഴും ഒരു വരി പറഞ്ഞില്ല കേരളം കൊടുത്തില്ല എന്ന്. അതിന്റെ അർത്ഥം എന്താ? കൊടുക്കാത്തത് കൊണ്ടല്ല, തരാൻ സൗകര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. ജനാധിപത്യ ഇന്ത്യ ലജ്ജിക്കുകയാണ്. ഈ ഭരണഘടന അംഗീകരിക്കുന്ന രാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ചരിത്രത്തിൽ ആദ്യമായി 2 സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നാട്ടിൽ മരണപ്പെട്ടവർക്കുള്ള ദുരന്ത നിവാരണ സഹായത്തിനു വേണ്ടി സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു. തമിഴ്നാട്ടിനും കർണാടകയ്ക്കും. ഭരണഘടന അംഗീകരിക്കുന്ന ഒരു രാജ്യത്ത് നാം കൊടുക്കുന്ന നികുതി പണം കൂട്ടിവെച്ച ഖജനാവിൽ നിന്ന് പ്ലാനിംഗ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എങ്ങനെ വിതരണം ചെയ്യണം എന്ന് നിശ്ചയിക്കുന്ന നാട്ടിൽ ഇത്ര വലിയ ധിക്കാരത്തിന് ഈ കേരളം നിന്നുകൊടുക്കാനാകുമോ? ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ ബോധപൂർവം കഴുത്തു ഞെരിച്ചു കൊല്ലാൻ, കേരളത്തിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളെ തകർക്കാൻ, കേരളം ഉയർത്തിപ്പിടിച്ച വലിയ ആശയങ്ങൾ ഇല്ലാതാക്കാൻ ബോധപൂർവമായ പരിശ്രമത്തിന്റെ അവസാനത്തെ ആണിയടിക്കലാണ്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, മേപ്പാടിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ നിങ്ങളുടെ തോമനിച്ച 2.5 വയസ്സുകാരി നൈസ ഇപ്പോഴും വാടക വീട്ടിലാണ്. വാടക കൊടുക്കാൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് എല്ലാവരുടെയും വാടക ഒരു തർക്കവുമില്ലാത്ത വിധത്തിൽ കൊടുക്കുന്നു. കേരളത്തിൽ അപ്പോഴും നിങ്ങളുടെ ഒരു സഹായവും ലഭ്യമായിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വേണ്ടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ ജനക്കൂട്ടത്തിനോട് പറയട്ടെ, കേരളത്തെ എങ്ങനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ കേന്ദ്രം ശ്രമിച്ചാലും ചൂരൽമലയിലെ ദുരന്തം അനുഭവിച്ച നിരാശ്രയരും നിരാലംബരുമായ അവസാനത്തെ ദുരന്തബാധിതനെ കൂടി സമ്പൂർണമായി പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. അത് ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഉറപ്പാണ്. 2016-18 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടത്തെ മറികടന്ന ഗവൺമെന്റാണ്, നാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളം. 2019 കോവിഡ് അരങ്ങു തകർത്ത് ലോകത്ത് 64 ലക്ഷം മനുഷ്യരെ ഇല്ലാതാക്കി. തകർന്നില്ല കേരളം. അമേരിക്ക എന്ന സമ്പന്നതയുടെ നടുത്തളത്തിൽ ജീവിക്കുന്ന ഒരു രാജ്യത്ത് കോവിഡ് ബാധിതനായ മനുഷ്യൻ 70 വയസ്സു കഴിഞ്ഞാൽ അവന്റെ മുഖത്തു നിന്ന് ഓക്സിജന്റെ മാസ്ക് ഊരി മാറ്റാൻ നിർബന്ധിതമായ മാലാഖ പെൺകുട്ടികൾ. അമേരിക്ക എന്ന സമ്പന്നതയുടെ രാജ്യത്ത് 70 വയസ്സു കഴിഞ്ഞാൽ ആശുപത്രി കിടക്കയിൽ ഓക്സിജൻ കിട്ടാതിരിക്കുകയായിരുന്നെങ്കിൽ അഭിമാനത്തോടെ പറയട്ടെ,
സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ 109 വയസ്സായ കൗസല്യമായി എന്റെ നാട്ടിൽ 3 കോവിഡിനെ നേരിട്ട് തെങ്ങിടിച്ചാൽ പന വീഴും പോലെ നിൽക്കുക മാത്രമല്ല 18 അടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി 2.5 വയസ്സുകാരി കുട്ടിയെ കുളിപ്പിക്കുന്ന നാടായി ഈ കേരളം മാറിയത്. ഈ കേരളത്തിന് ഒരു രക്ഷകർത്താവും കേരളത്തിൽ ഒരു ഗവൺമെന്റും ഉള്ളത് കൊണ്ടാണ്. ആ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളോട്, ആ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുന്നണി ഈ നാട്ടിലെ ജനങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. 8.5 വർഷക്കാലത്തിനിടയിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന സമാനതകളില്ലാത്ത വികസന പ്രക്രിയയിലേക്ക് നടന്നുപോയ ഈ കേരളത്തിലെ ഗവൺമെന്റിന് പാലക്കാട് നിന്ന് ഒരു പ്രതിനിധി ഉണ്ടാകണം. ആ പാലക്കാട്ടെ പ്രതിനിധി ഇനിയുള്ള 1.5 വർഷക്കാലവും തുടർന്ന് അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തും പാലക്കാടിന് വികസനത്തിന്റെ വെള്ളി വെളിച്ചം നടപ്പിലാക്കാൻ ഇടതുപക്ഷ മതേതരത്വ സത്യങ്ങളോടൊപ്പം പാലക്കാടിനെ നടത്താൻ പര്യാപ്തമാക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങൾ ആരും തടസ്സപ്പെടുത്താത്തത് കൊണ്ട് നോട്ടയൊഴികെ ബാക്കി എല്ലാവർക്കും 23-ാം തീയതി രാവിലെ 7:59 വരെ ഏതവകാശവാദവും നടത്താൻ അധികാരമുണ്ട്. പക്ഷേ എത്ര പേർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും 23-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ പിന്നെ ഒരാളെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയക്കാൻ പറ്റൂ. പാലക്കാടിന് മാത്രമല്ല, കേരളത്തിലെവിടെയും. പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന വിധത്തിൽ എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയാലും 23-ാം തീയതി തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തോട്ട് പാലക്കാടുകാർ അയക്കുന്നത് നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ചങ്കിടിപ്പിന്റെ നാദം കൃത്യമായി കേൾക്കാൻ കഴിയുന്ന ഒരാളെയായിരിക്കും. അദ്ദേഹത്തിന് ഒരു പേരേ ഉള്ളൂ, അത് ഡോക്ടർ പി സരിൻ എന്നാണെന്ന് ഈ സംവിധാനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം ഉറപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.